എന്തുകൊണ്ട് ടാറ്റ സൺസിന്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ രാജിവെച്ചു? ഈ നോയൽ ടാറ്റ സൺസിന്റെ ടാറ്റ ട്രസ്റ്റിന്റെ തലപ്പത്തേക്ക് വന്നത് മുതൽ എൻ ചന്ദ്രശേഖരനെ മാറ്റണം എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ കാരണം രത്തൻ ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്ന കാലത്ത് രത്തൻ ടാറ്റയുടെ ഹാഫ് ബ്രദറാണ് ഈ നോയൽ ടാറ്റ. നോയൽ ടാറ്റയെ രത്തൻ ടാറ്റയ്ക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. ടാറ്റ സൺസിന്റെ ചെയർമാൻ ആക്കുന്നത്, അതായത് തന്റെ പിൻഗാമിയാക്കുന്നതിനോട് രത്തൻ ടാറ്റയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് സൈറസ് മിസ്ത്രി ആദ്യം ടാറ്റ സൺസിന്റെ ചെയർമാനായിട്ട് കൊണ്ടുവന്നു. അത് വലിയ ദുരന്തത്തിൽ കലാശിച്ചു. അത് കഴിഞ്ഞ് എൻ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു. അപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന എൻ ചന്ദ്രശേഖരൻ അദ്ദേഹം TCSന്റെ ചെയർമാനായിരുന്നു. ടാറ്റ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കമ്പനിയാണ് TCSന്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതോടുകൂടി അത് സ്ഥിരമായ ഒരു നല്ല തീരുമാനമായിരുന്നു. പക്ഷേ രത്തൻ ടാറ്റയുടെ മരണശേഷം നോയൽ ടാറ്റ രംഗത്തെത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്വന്തം നോമിനിയെ കൊണ്ടുവരണം. എൻ ചന്ദ്രശേഖരൻ രത്തൻ ടാറ്റയുടെ നോമിനിയായിട്ട് വന്നയാളാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്. അതായത് കുറെ കാലമായിട്ട് ആ അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഈ ടാറ്റയിലെ ചില കമ്പനികൾ, പ്രത്യേകിച്ചും എൻ ചന്ദ്രശേഖരൻ നയിക്കുന്ന കമ്പനികൾ വൻ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് എയർ ഇന്ത്യ 22,238 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എയർ ഇന്ത്യയുടെ നഷ്ടം. 22,238 കോടി. ടാറ്റ ഡിജിറ്റലിന് 4,974 കോടി, ഏകദേശം 5,000 കോടിയോളം നഷ്ടമാണ്. പിന്നീട് ടാറ്റ ഇലക്ട്രോണിക്സിന് 1,611 കോടി നഷ്ടമാണ്. ഈ മൂന്ന് കമ്പനികളുടെ കമ്പൈൻഡ് ലോസ് എന്ന് പറയുന്നത് 28,823 കോടിയാണ്. ടാറ്റ സൺസിന്റെ ചെയർമാൻ അല്ലേ ഇതിന്റെ ഉത്തരവാദിത്തം, ഇത്രയും വലിയ നഷ്ടം വരുന്നത് എന്നൊക്കെയാണ് നോയൽ ടാറ്റ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയൊന്നുമല്ല. എയർ ഇന്ത്യ വൻ നഷ്ടത്തിലായിരുന്ന ഒരു വൻ ബാധ്യത ഏറ്റെടുക്കുകയായിരുന്നു. ടാറ്റ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സെമി കണ്ടക്ടറിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് ലാഭമായി വരാൻ താമസിക്കും. ഡിജിറ്റൽ രംഗത്ത് ഒരുപാട് കമ്പനികൾ വൻ മത്സരവും ഉണ്ട്, അത് വാസ്തവം തന്നെയാണ്. അപ്പോൾ അതേസമയം TCS ഒക്കെ വൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ടാറ്റയുടെ ഇതൊക്കെ ഈ മൂന്ന് കമ്പനികളും മാറ്റി നിർത്തിയാൽ ടാറ്റ വലിയ ലാഭത്തിലുമാണ്. അപ്പോൾ അതൊരു എൻ ചന്ദ്രശേഖരനെതിരെ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം ഉയർത്തിക്കാട്ടി കഴിഞ്ഞ ഫെബ്രുവരി 24 നടന്ന ടാറ്റ ബോർഡ് മീറ്റിങ്ങിൽ ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ല എൻ ചന്ദ്രശേഖരന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ കാലാവധി ഈ 2027 ഫെബ്രുവരി 20 വരെയാണ്. അപ്പോൾ അന്ന് വീണ്ടും ബോർഡ് മീറ്റിംഗ് കൂടി ഈ എൻ ചന്ദ്രശേഖരനെ തുടരാൻ അനുവദിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അപ്പോൾ ഒരു അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഈ അടുത്ത ബോർഡ് മീറ്റിങ്ങിലെ തീരുമാനമാവും. അടുത്ത ബോർഡ് മീറ്റിംഗ് തീരുമാനം ഒരു എഗെയിൻസ്റ്റ് ആവാം, അതായത് എൻ ചന്ദ്രശേഖരൻ കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാവാം. ആ ഒരു നാണക്കേടിലേക്ക് പോകണ്ട എന്ന് വ്യക്തമായിട്ട് ഉദ്ദേശിച്ച് തന്നെയാണ് എൻ ചന്ദ്രശേഖരൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എൻ ചന്ദ്രശേഖരൻ ഇപ്പോൾ രാജിവെച്ചപ്പോൾ ഒറ്റ മണിക്കൂർ കൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ നഷ്ടം, ഓഹരികളിലുണ്ടായ ഇടിവ് എന്ന് പറയുന്ന 63,000 കോടിയുടേതാണ്. അപ്പോൾ എൻ ചന്ദ്രശേഖരനെ ഓഹരി ഉടമകൾ അപ്രൂവ് ചെയ്യുന്നു. അദ്ദേഹം എന്തായാലും ഞാനിനി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ അടുത്ത ഫെബ്രുവരി 20 വരെ ആ കാലാവധി തീരുന്നവരെ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.